ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ട്രാക്കിലേക്ക് വീണ് മണിക്കൂറുകൾ കടന്ന ആന്ധ്ര സ്വദേശിക്ക് കോട്ടയം റെയിൽവേ സുരക്ഷാ സേനയുടെ സമയോചിത ഇടപെടലിൽ പുനർജന്മം. ജീവൻ രക്ഷിക്കാനായത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒരു 11 മണിയോടുകൂടി ഒരു ശബരിമല അയ്യപ്പൻ ഓടി വന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം വീണതായിട്ട് പറയണ്ടായി. ഉടൻ തന്നെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് എത്ര സമയം എപ്പോഴാണ് വീണെന്ന് ചോദിച്ചു. ഒരു 10 മിനിറ്റ് ആയി കാണുമെന്ന് പറഞ്ഞു. വണ്ടി പോയി ഒരു 10 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അടുത്ത സ്റ്റേഷൻ ചോദിച്ചു. അടുത്ത സ്റ്റേഷൻ അവർ ഏറ്റുമാനൂരിന്നാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഏറ്റുമാനൂർ സ്റ്റേഷൻ മുമ്പാണെന്ന് മനസ്സിലായി. കോട്ടയം ടു ഏറ്റുമാനൂർ ഏതാണ്ട് 12 കിലോമീറ്റർ ഉണ്ട്. ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം കുമാരനെല്ലൂർ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണെന്ന് ഏതാണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഞാനും സുനിലും ചേർന്ന് ബൈക്കിൽ നേരെ കുമാരനെല്ലൂർ പോയി അവിടെ കുറെ ട്രാക്ക് പെട്രോൾ ചെയ്ത് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗേറ്റ് കൊച്ചടിച്ചിറ ഗേറ്റ് ഉണ്ട്, അവിടെ പോയി അവിടെ നോക്കി. അവിടെ ഗേറ്റ് കീപ്പർ ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവം കണ്ടായിട്ട് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും 2 സൈഡിൽ ടോർച്ച് അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മറ്റേ കറുത്തൊരു ഇത് കണ്ടു, ഇവിടത്തേക്ക് ലുങ്കി. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ പുല്ലിന്റെ ഇടയിൽ പുള്ളി കിടപ്പുണ്ട്. രക്തം ബാക്ക് പൊട്ടിയിട്ട് രക്തം വാർന്ന് കിടക്കായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ തന്നെ 108 ആംബുലൻസ് വിളിക്കുകയും പെട്ടെന്ന് ഗാന്ധിനഗർ പോലീസ് IPF ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവർ വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലാക്കുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ആന്ധ്ര സ്വദേശി ലക്ഷ്മണനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആന്ധ്ര സ്വദേശിയായ ലക്ഷ്മണനും സുഹൃത്തുക്കളുമായി ശബരിമല ദർശനത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ദർശനം കഴിഞ്ഞ് വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങവേ ട്രെയിനിലെ തിരക്ക് കാരണം ഫുട്ബോളിനരികെ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു. കുമാരനെല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞ് കൊച്ചടിച്ചിറ ഗേറ്റിന് സമീപത്തായി പെട്ടെന്ന് ട്രെയിനിന്റെ അകത്തു നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ലക്ഷ്മണന്റെ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരിലൊരാൾ RPF കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരമറിയിച്ചു. തുടർന്ന് ASI S സന്തോഷ് കുമാറും RPF സ്റ്റാഫ് സുനിൽ കുമാറും കൺട്രോൾ റൂമിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി. കോട്ടയം സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും അത് RPF ASI സന്തോഷ് കുമാറിന് കൈമാറുകയും സന്തോഷ് കുമാറും സുനിൽ കുമാറും ട്രാക്കിനുള്ളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പരിക്കേറ്റയാളുടെ അടുത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ട്രാക്കിനടുത്തായി രക്തം വാർന്നു കിടന്ന ലക്ഷ്മണനെ ഉടൻ തന്നെ കൈകളിൽ വാരിയെടുത്ത് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചു. തത്സമയം ഗാന്ധിനഗർ പോലീസ് ഇൻസ്പെക്ടർ U ശ്രീജിത്തും സംഘവും സ്ഥലത്തെത്തി. അതിവേഗം തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അവിടെ നിന്ന് 108 ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയുമായിരുന്നു. തങ്ങളുടെ സമയോചിതമായ ഇടപെടൽ വഴി ഒരു ശബരിമല ഭക്തന്റെ ജീവൻ രക്ഷിക്കാനായതിന്റെ ചാരിതാർത്ഥത്തിലാണ് ASI സന്തോഷ് കുമാറും സുനിൽ കുമാറും. ഇരുവരും കോട്ടയം റെയിൽവേ സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരാണ്. SHO T ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ദിലീപ് വർമ്മ, ശ്രീനീഷ്, GD ചാർജ് പത്മകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബിജുമോൻ നായർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. കൊണ്ടുപോയി കാഷ്വാലിറ്റി. ഇത് നിരന്തരമായിട്ട് ട്രെയിനകത്ത് ഇങ്ങനെ നടക്കുന്ന ഇൻസിഡൻസിനെതിരെ നമ്മൾ കൃത്യമായ റെയിൽവേ പോലീസ് ബോധവൽക്കരണവും ക്യാമ്പുകളും അതിന് ട്രെയിനകത്തും പ്ലാറ്റ്ഫോമുകളിലും എല്ലാം ബോധവൽക്കരണം. കാരണം ഈ ട്രെയിനിന്റെ സ്റ്റെപ്പിൽ ഇരിക്കുകയും ഡോറിന്റെ അവിടെ നിൽക്കുകയും ചെയ്ത് ഡോർ വന്ന് അടിച്ച് സ്റ്റെപ്പിൽ നിന്ന് തിരിച്ചു വേണം ഇങ്ങനെ ആൾക്കാർ മരണത്തിലേക്ക് പോകുന്നു. അപ്പൊ അതിനെതിരെ നിരന്തരമായ ബോധവൽക്കരണ താമസം റെയിൽവേ പോലീസ് നടന്നുകൊണ്ട് നമ്മൾ കായംകുളം റെയിൽവേ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കായംകുളം, ചെങ്ങന്നൂര്, തിരുവല്ല, കോട്ടയം അതുപോലെ ട്രെയിൻ ആകുകളിലെല്ലാം നിരന്തരമായി പോലീസിന്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. ഈ ശബരിമല സീസൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ്. ജനുവരി 14-ാം തീയതി നടയടയ്ക്കും. അതിനു മുമ്പ് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ അയ്യപ്പന്മാരുടെ ഈ അപകടത്തിൽപ്പെടുന്ന ഒഴിവാക്കാനായിട്ട് പ്ലാറ്റ്ഫോമിലും ട്രെയിനകത്തും ഒക്കെ നിരന്തരം റെയിൽവേ പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇന്നലെ എന്താണ് ഈ റെയിലിനെ രക്ഷിക്കാൻ സാധിച്ചത്? കേരള റെയിൽവേ പോലീസിന്റെ സൈബർ വിങ് കൃത്യമായി ഇടപെട്ട് ലൊക്കേഷൻ ഇട്ടതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണം റെയിൽവേ പോലീസ് നടത്തുന്നു. തുടർന്ന് വരുന്നത് ഇപ്പൊ സീസൺ ആയതുകൊണ്ട് നിരന്തരം ട്രെയിനകത്തെല്ലാം അതിഭയങ്കരമായ തിരക്കാണ്.
ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കുന്നുണ്ട്. അത് ട്രെയിൻ വിട്ട് കഴിയുമ്പോൾ ചാടി കയറാതിരിക്കാനും ട്രെയിൻ നിർത്തുന്നപ്പോൾ ചാടി ഇറങ്ങാതിരിക്കാനും ഈ സ്റ്റെപ്പിൽ ഇരിക്കുന്നവരെ പിടിച്ച് കേസെടുക്കുകയാണ്. അങ്ങനെ നിരന്തരമായ കാര്യങ്ങൾ റെയിൽവേ പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു.